പ്രിയ സുഹൃത്തുക്കളെ, ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ സമൂഹത്തിൽ നമുക്ക് നിലയും വിലയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികളാണ് നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മളെ സമൂഹത്തിൽ നമുക്ക് നിലയും വിലയും നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ അത് കളയുന്നത് നമ്മൾ തന്നെയാണ്, അല്ലാതെ മറ്റാരുമല്ല. നമ്മളെ സുഹൃത്തുക്കളല്ല, നമ്മളെ ബന്ധുക്കളല്ല, അവരാരും ഇതിന് ഉത്തരവാദികളല്ല. നമ്മൾ തന്നെയാണ് നമ്മൾ വിലയും നിലയും കളയുന്നതും ഉയർത്തുന്നതും. അതിന് ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്വഭാവ ഗുണങ്ങൾ, നമ്മളെ വസ്ത്രധാരണങ്ങൾ, നമ്മളെ പെരുമാറ്റ രീതികൾ, ഇതൊക്കെ നമുക്ക് നല്ല രീതിയിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നമുക്ക് നല്ല നിലയും വിലയും കിട്ടും. അല്ലാതെ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒരു വസ്ത്രം ധരിച്ചു പോകാതെ നമ്മൾക്ക് മുഷിഞ്ഞ ഒരു വസ്ത്രത്തിൽ നമ്മൾ പോവുകയും വേറൊരിടത്ത് നമ്മൾ ചെന്ന് പെടുമ്പോഴത്തേക്ക് നമുക്കുള്ള ആത്മവിശ്വാസം തന്നെ നമ്മൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക. കാര്യം നല്ല രീതിയിൽ നമുക്ക് വസ്ത്രം കഴുകി വൃത്തിയാക്കി തേച്ചും മിനുക്കി നമ്മൾ അവിടെ ചെന്ന് നമ്മളെ ടിപ് ടോപ്പിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കുള്ള മനസ്സിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അയാളുടെ മുമ്പിൽ നമുക്ക് തലതാഴ്ത്തി നിൽക്കേണ്ടി വരത്തില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കും, നിങ്ങൾക്ക് പല പ്രാവശ്യം അനുഭവങ്ങൾ കാണും. അതേസമയം നമ്മൾ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് നമ്മൾ ഒരാളെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നും. കാര്യം അയാളെ മുമ്പിൽ നമ്മൾ ഒരു വല്ലാത്ത ഇതിലായിരിക്കും നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോഡിയേ ഉള്ളൂ, 2 ജോഡിയേ ഉള്ളൂ, അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ജോഡികളൊന്നും അല്ല, 10-15 ജോഡി കൂടുതലൊക്കെ ഒരാൾക്ക് കാണുന്ന ഒരു ടൈമാണെന്ന്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരോടും നമുക്ക് സ്നേഹവും നല്ല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുകയും അല്ലാതെ മറ്റുള്ളവർക്കുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു നടക്കുകയും ദോഷങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമ്മളെ വായിൽ നിന്ന് വരാതിരിക്കുകയും നമ്മൾ എന്ത് കാര്യത്തിനായാലും നമ്മളൊരു ചെറു പുഞ്ചിരിയോടുകൂടി നമ്മൾ അവരെ സമാധാനിപ്പിച്ച് നമ്മളെ സമീപനത്തിൽ തന്നെ അവർക്ക് നല്ലൊരു ആശ്വാസം നൽകുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സമൂഹത്തിന് നമുക്ക് നിലയും വിലയും തരുന്നത്. അതുപോലെ നമുക്കുള്ള ദുശ്ശീലങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ്. കുറച്ച് മാറ്റിയെടുത്ത് നല്ല രീതിയിലാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനുഷ്യരാണ്, എല്ലാവർക്കും ദുശീലങ്ങളുണ്ട്. അത് നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ചുരുക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.